ദേ ഇതൊന്നും കേട്ട് നിങ്ങൾ ചിരിച്ച് എന്തെങ്കിലും സംഭവിച്ചു പോയി കഴിഞ്ഞാൽ ഞാൻ അതിനകത്ത് ഉത്തരവാദിയല്ല കേട്ടോ. നമ്മുടെ ട്രംപ് മാമൻ്റെ കിളി പോയെന്നാണ് പരക്കെ ഉള്ളൊരു ന്യൂസ്. അടുത്ത പരമോന്നത നേതാവാകാൻ ഇറാൻ എന്നോട് ആവശ്യപ്പെട്ടു, ഞാൻ നിരസിച്ചു. വിചിത്രവാദവുമായി ട്രംപ് മാമൻ. സത്യത്തിൽ ഈ വേട്ടാവളിയുടെ കിളി പോയെന്നുള്ള യുദ്ധക്കൊതി മൂത്ത് വേട്ടാവളിന് ഇപ്പം എന്താ ചെയ്യേണ്ടതെന്ന് അറിയത്തില്ല. മൂട്ടിൽ തീ പിടിച്ച പോലെയാണ് ട്രംപ് മാമനും നമ്മുടെ നെതന്യാഹു മാമനും കൂടെ ഇപ്പം നെട്ടോട്ടം ഓടിക്കൊണ്ടിരിക്കുന്നത്. പുതിയൊരു വാർത്ത നെതന്യാഹു മാമൻ്റെയും വന്നിട്ടുണ്ട് കേട്ടോ. ഇറാൻ ഇസ്രായേലിലെ നിരപരാധികളെ ആക്രമിക്കുകയാണ്, അവർ ഭീതി അഴിച്ചുവിടുന്നു. ബെഞ്ചമിൻ നെതന്യാഹു. ആരുടെ ഈ പറയുന്നത്? സാധാരണക്കാരായിട്ടുള്ള പിഞ്ചു മക്കളെ, ഒന്നും അറിയാത്ത കുഞ്ഞുങ്ങളെ, ഏതാണ്ട് 40,000-ഓളം വരുന്ന കുഞ്ഞുങ്ങളെയാണ് പലസ്തീൻ മണ്ണിൽ ഈ നരാധമന്മാരായിട്ടുള്ള സാത്താൻ്റെ സന്തതികൾ കൊന്നൊടുക്കിയത്. ഇപ്പൊ അടി ഇണ്ടാസിന് കിട്ടിയപ്പോഴത്തേക്ക് അവനങ്ങോട്ട് ഊത്തല് പിടിച്ചു എന്നുള്ളതാണ്. ഇപ്പൊ എന്ത് ചെയ്യണമെന്നറിയാൻ മേലാതെ രണ്ടും കൂടെ നെട്ടോട്ടം ഓടുകയാണ്. എൻ്റെ പ്രിയപ്പെട്ടവരെ, കൊടുത്താൽ കൊല്ലത്തും കിട്ടുമെന്ന് പറഞ്ഞു കേട്ടിട്ടില്ലേ? അതാണ് ഇപ്പോൾ കിട്ടിക്കൊണ്ടിരിക്കുന്നത്. കർമ്മ എന്ന് പറയുന്നൊരു സാധനമുണ്ട്. അത് ഇന്നല്ലെങ്കിൽ 10 നാൾ കഴിഞ്ഞിട്ടാണെങ്കിലും അത് കിട്ടേണ്ടിടത്ത് കൃത്യമായിട്ട് കിട്ടും. അത് കിട്ടുമ്പോൾ കരഞ്ഞ് നിലവിളിച്ച് ഊത്തലെടുത്തിട്ട് ഒരു കാര്യമില്ല, കിട്ടുന്നത് വാങ്ങിച്ച് അങ്ങ് കൂട്ടിക്കോളുക. പിന്നെ ബാക്കിയൊക്കെ മുകളിൽ ഇരിക്കുന്നവൻ നോക്കിക്കോളും. അപ്പോൾ കൊള്ളാം അല്ലേ? രസമുണ്ടല്ലോ അല്ലേ?